പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ പെർഫെക്റ്റ് ആണോ ഐഡിയൽ ആണോ എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ അക്യുറസി, കൺസിസ്റ്റൻസി, ലോജിക്കൽ കറക്റ്റ്നെസ് എൻഷുർ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ടെസ്റ്റ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ടു ചെക്ക് ഇഫ് ദ ഇൻഡെക്സ് റിമെയിൻ ലോജിക്കലി കൺസിസ്റ്റന്റ് വെൻ വി റിവേഴ്സ് ദ ടൈം പീരീഡ്. ടൈം പീരീഡ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോജിക്കലി കൺസിസ്റ്റന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് P01 ഇൻറ്റു P10 ഈക്വൽ ടു 1. ഈ P01 എന്നുള്ളത് നമുക്കറിയാം. P10 പറഞ്ഞാൽ ഈ P01 0 ഉള്ളിടത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക, 1 ഉള്ളിടത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. അതാണ് P10 എന്ന് പറയുന്നത്. P01 1 ഉള്ളിടത്ത് 0യും 0 ഉള്ളിടത്ത് 1 എടുത്ത് കൊടുത്തിട്ട് നമ്മൾ അത് രണ്ടും ഇൻറ്റു ചെയ്താൽ 1 ലഭിക്കണം. ഇതിനെയാണ് എന്ത് പറയാ, ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ഇഫ് ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പാസ് ചെയ്തു. ദ ഇൻഡെക്സ് ഗോയിങ് ഫ്രം ഇയർ 0 to 1 ആൻഡ് ദെൻ 1 ബാക്ക് ടു 0 ഷുഡ് ബ്രിങ് us ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഒന്നാമത് ലാസ്റ്റ് പേസിൽ ചെക്ക് ചെയ്യാണ്. ലാസ്റ്റ് പേസിൽ സിഗ്മ P1 ഇൻറ്റു Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു Q0 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്, അതാണ് P01. അതിൽ P10 എന്ന് പറയുന്നത് ഇവിടെ Pക്ക് 1 അല്ലേ, ഇവിടെ എന്ത് ചെയ്ത് സിഗ്മ P0. ഇവിടെ Qക്ക് 0 അല്ലേ, ഇവിടെ എന്ത് ചെയ്തു 1 ആയി. ഇവിടെ P0 Q0 ആണ്, ഇവിടെ എന്ത് ചെയ്ത് P1 Q1 ആയി. അത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 1. ഇതൊന്നും വെട്ടിപ്പോകില്ല, അതുകൊണ്ട് നോട്ട് ഈക്വൽ ടു 1. ഇനി പാസ്റ്റ് കേസിലും ഇതേപോലെ ചെയ്ത് നോക്കിയാൽ സിഗ്മ P1 Q1, ഇവിടെ എന്ത് ചെയ്ത് സിഗ്മ P0 Q0, ഇവിടെ സിഗ്മ P0 Q1 ആണ്, ഇവിടെ P1 Q0. ആ രണ്ടും ഇൻറ്റു ചെയ്താൽ നോട്ട് ഈക്വൽ ടു 0. എന്നാൽ നമ്മൾ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്, ഫിഷേഴ്സിന്റെ P01 റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 എന്നുള്ളത്. ഇതിനെ P10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പം ഇതാണ് എന്ത് P01. ഇനി അതിലേക്ക് എന്ത് ചെയ്യണം, P10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. P10 പറഞ്ഞാൽ സിഗ്മ P1 Q0 എന്താവും സിഗ്മ P0 Q1 ആണ്. ഇനി സിഗ്മ P0 Q0 അതെന്തായി സിഗ്മ P1 Q1. ഇനി ഇവിടെ സിഗ്മ P1 Q1 എന്തായി സിഗ്മ P0 Q0. അതേപോലെ സിഗ്മ P0 Q1 എന്തായി സിഗ്മ P1 Q0. ഇതിൽ സിഗ്മ P0 ഈ P0 Q0 ഇതും വെട്ടിപ്പോയി. സിഗ്മ P1 Q1 സിഗ്മ P1 Q1 സിഗ്മ P1 Q0 സിഗ്മ P1 Q0 സിഗ്മ P0 Q1 ഇതൊക്കെ വെട്ടിപ്പോയാൽ പിന്നെ 1 ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ലാസ്റ്റ് പേസ് മെത്തേഡും പാസ്റ്റ് പേസ് മെത്തേഡും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫിഷേഴ്സ് ഫോർമുല ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഏതാ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫിഷേഴ്സ് മെത്തേഡാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ടു വെരിഫൈ വെദർ ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഈക്വൽ ദ വാല്യൂ ഇൻഡെക്സ്. പ്രൈസ് ഇൻഡെക്സും ക്വാണ്ടിറ്റി ഇൻഡെക്സും വാല്യൂ ഇൻഡെക്സ് ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ചെയ്യുന്നത് P ഉള്ളിടത്തൊക്കെ Q ഇടുക, Q ഉള്ളിടത്തൊക്കെ P ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പാണ് Q01 ലഭിക്കാം. അപ്പോൾ P01 ഇൻറ്റു Q01 വാല്യൂ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 എന്നുള്ള ആൻസർ ലഭിക്കണം. ആ നിലയ്ക്ക് സിഗ്മ P1 Q0 സിഗ്മ P0 Q0 അതാണ് ലാസ്റ്റ് പേസിന്. ഈ P1 ഉള്ളത് എന്താവും Q1 ആവും, Q01 ആവുമ്പോൾ Q0 ഉള്ളത് എന്താവും P0 ആവും. സിഗ്മ P0 Q0 എന്നുള്ളത് സിഗ്മ Q0 P0. അത് ഇൻറ്റു ചെയ്താൽ P01 Q01 ഇൻറ്റു ചെയ്താൽ നോട്ട് ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0. പാസ്റ്റേഴ്സും അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ആണ്. അതിനെന്താവും സിഗ്മ Q1 P1 ആയി. ഇത് സിഗ്മ Q1 P1 ആയി. ഇവിടെ സിഗ്മ Q0 P1 നോട്ട് ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് പാസ്റ്റേഴ്സും സാറ്റിസ്ഫൈ. ഇനി ഫിഷേഴ്സ് മെത്തേഡാണ്. ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡിലെ ഇക്വേഷൻ ഇതാണ്. അതിൽ നമ്മൾ Q01 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ Q01 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. സിഗ്മ P1 Q0 എന്തായി സിഗ്മ Q1 P0 ആയി. സിഗ്മ P0 Q0 സിഗ്മ Q0 P0 ആയി. സിഗ്മ P1 Q1 സിഗ്മ Q1 P1 സിഗ്മ P0 Q1 സിഗ്മ Q0 P1 എന്നാവും. അപ്പൊ ഇതിൽ സിഗ്മ P1 Q0 സിഗ്മ P1 Q0 ഇതും വെട്ടിപ്പോകും. പിന്നെ ഉള്ളത് സിഗ്മ Q1 P0
P0 ഇതും വെട്ടിപ്പോകും. പിന്നെയുള്ള എന്താണ് സിഗ്മ P1 ഇൻറ്റു Q1 സിഗ്മ P0 ഇൻറ്റു Q0 സിഗ്മ Q0 അപ്പം ഇതും ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും സിഗ്മ P1 Q1 സ്ക്വയർ ആയി സിഗ്മ Q0 P0 സ്ക്വയർ ആയി. രണ്ടിന്റെ സ്ക്വയർ ആവുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട് കാണുമ്പോൾ എന്തായിരിക്കും? ഉദാഹരണത്തിന് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിന്റെ റൂട്ട് എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. 20 സ്ക്വയർ ഇസിക്കൽ ടു 4 ആണ്. 4ന്റെ റൂട്ട് 2 തന്നെ. അതേപോലെ തന്നെ ഇതിന്റെ സ്ക്വയർ കണ്ടിട്ട് അതിന്റെ റൂട്ട് കണ്ടാൽ അത് തന്നെ ആയിരിക്കും സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0. സോ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്തതാണ് ഫിഷിയസ് ഇൻഡെക്സ് നമ്പർ ആണ്. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി യൂണിറ്റ് ടെസ്റ്റിൽ യൂണിറ്റ് ടെസ്റ്റ് ചെക്ക് വെദർ ഇൻഡെക്സ് നമ്പർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ യൂണിറ്റ് ഇൻ വിച്ച് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ആർ മെഷർഡ്. പ്രൈസും ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് നമ്പർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ യൂണിറ്റ് ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത്. ടു എൻഷുർ ദാറ്റ് ചേഞ്ച് ഇൻ ദ യൂണിറ്റ് മെഷർമെന്റ് ഡസ് നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിൽ നിന്ന് ഗ്രാമിലേക്ക്, റുപ്പിയിൽ നിന്ന് ഡോളറിലേക്ക് അതിന്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്തു. ആദ്യം തന്നതിന്റെ യൂണിറ്റ് റുപ്പിയിലാണ്, പിന്നെ അത് ഡോളറിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ ഇൻഡെക്സ് നമ്പറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആദ്യം കിലോഗ്രാമിലാണ് തന്നെ അത് ഗ്രാമിലേക്ക് മാറ്റി, അത് ഇൻഡെക്സ് നമ്പറിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. All index number except simple aggregate index number satisfy this test. Simple aggregate index number അല്ലാത്ത എല്ലാം ടെസ്റ്റും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി സർക്കുലർ ടെസ്റ്റിൽ രണ്ടിൽ അത് ടു ടേക്ക് മോർ ദാൻ 2 ടൈം പീരീഡ് ഉള്ള കേസിലാണ് അത് എടുക്കാറുള്ളത്. ടെസ്റ്റ് നെയിം ടൈം റിവേഴ്സൽ ടെസ്റ്റ് ലോജിക്കൽ കൺസിസ്റ്റൻസി ഓവർ ടൈമുള്ള ലോജിക്കൽ കൺസിസ്റ്റൻസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഫിഷിയേഴ്സ് ആണ് അത് സാറ്റിസ്ഫൈ ചെയ്യുക. വാല്യൂവിൽ കമ്പൈൻഡ് എഫക്ട് മെഷർ ചെയ്യുന്നതിനാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. അതിലും ഫിഷിയേഴ്സ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. യൂണിറ്റ് ടെസ്റ്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റിലേക്ക് ഇൻഡിപെൻഡന്റ് ആണോ? മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർമുലകളെല്ലാം ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും. സർക്കുലർ ടെസ്റ്റ് കൺസിസ്റ്റൻസി മൾട്ടി പീരിയഡ് അനാലിസിസ് കൺസിസ്റ്റൻസി ആണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. റയർലി സാറ്റിസ്ഫൈഡ് ബൈ ഏതെങ്കിലും ഒന്ന് റയർ ആയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. ഇതാണ് ഇതിന്റെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.